ഇത് പിള്ളേർക്ക് നമ്മളിന്ന് ആക്കി വെച്ച സാധനങ്ങൾ എടുത്ത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നഗറ്റ്സും ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തുറക്കട്ടെ. ഇപ്പം ശരിയായി. അപ്പോൾ വലിയ ബോക്സിലാക്കി വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് വറുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല ഐസായതുകൊണ്ട് തിളച്ച എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ട്രിപ്പ് ഇടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഞാനിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിലോട്ട് തന്നെ ഇട്ട് വറുക്കുകയാണെങ്കിൽ എണ്ണ അധികം കുടിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ എണ്ണ കുടിച്ച് നല്ല കനം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആവട്ടെ കേട്ടോ. ഇത് കട്ടൻ ചായക്കുള്ള വെള്ളമാണ് കേട്ടോ. തിളക്കട്ടെ. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കും. ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് മെല്ലെ ഇളക്കില്ലെങ്കിൽ തലകിഴായിട്ട് അങ്ങോട്ട് പോരും. അപ്പോഴത്തേനും ഇക്ക വന്നു കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോൾ ഇന്ന് കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും കൊണ്ടുവരില്ല എന്ന് ഓർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ കോരി മാറ്റി. ഇനി എണ്ണ ഒന്നുകൂടെ നന്നായി ചൂടായിട്ട് ചിക്കൻ നഗറ്റ്സ് കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ വൈകിട്ട് ചായക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കുള്ളൂ കേട്ടോ. വയറ് നിറയെ കഴിക്കാൻ മാത്രം ഉണ്ടാക്കില്ല. പിന്നെ ഇന്ന് കേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇതോടെ അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നഗറ്റ്സും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊണ്ട് വെക്കുക, കഴിക്കുക. നാഫി അതെടുത്തിട്ട് ഓടി. അപ്പോൾ ഞങ്ങളത് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ സോസൊക്കെ മുക്കി കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കേക്കും കൂടെ കഴിക്കുകയാണ്. ഹണിയുടെയാണ് കേട്ടോ കേക്ക്. എനിക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല. ഒരുമാതിരി ഫ്ലേവർ. എന്നാലും അങ്ങനെ തിന്നു. അത്ര തന്നെ. അല്ല പിന്നെ